ഞാൻ പറയട്ടെ, ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പുരുഷ വിരോധി. അമ്മ വിളിക്കുന്നോ? അമ്മേനെ ഇങ്ങോട്ട് വിളിക്കാമോ? കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ടേ? അയ്യോ, അമ്മയെ വിളിച്ച അമ്മ ഇപ്പൊ പറയാം നിങ്ങൾ എല്ലാരും കൂടെ കൊച്ചിന്റെ കല്യാണം ഒന്ന് നടത്തണേ, ഇവിടെ ഒന്ന് കൺവിൻസ് ചെയ്യണേ. അല്ല അങ്ങനെയല്ല പറഞ്ഞു നേരത്തെ. അവളുടെ താല്പര്യം അവളുടെ ഇഷ്ടം എന്നാണ്. ആണോ? ഞാൻ കൺവിൻസ് ചെയ്ത് എടുത്തെടുത്ത് ഇപ്പൊ മാറിയിട്ടുണ്ട്. കൊറേ മനസ്സിൽ ഉള്ള ഒരു ചെറുപ്പവരാണെങ്കിൽ കല്യാണം കഴിയുമോ? എന്നെ പോലൊക്കെ കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. ചേട്ടൻ പേരെന്ന് പറഞ്ഞു. അയ്യോ, ക്യാമറ അങ്ങോട്ടും കോൺസെപ്റ്റ് അങ്ങനെ ഇല്ല ചേട്ടാ. ബിക്കോസ് ഞാനില്ലേ ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ അങ്ങനെ കാണുന്നില്ല, ഒരു ലോയാലിറ്റി കാണുന്നില്ല ഇപ്പോഴത്തെ റിലേഷൻസിൽ. കുറേയും കൂടി പ്രഹസനം കാണുന്നു, കുറേ മാരീഡ് ലൈഫിൽ ഫേക്ക്നെസ് കാണുന്നു. ആൾക്കാരെ ബോധിപ്പിക്കാൻ ആരൊക്കെയോ ജീവിക്കുന്നു എന്ന് പോലെ തോന്നുന്നു. എന്തിനാ അങ്ങനത്തെ ഒരു ഭാരം എടുത്ത് തലയിൽ വെച്ചിട്ട് വെറുതെ സൊസൈറ്റിയെ കാണിക്കാൻ നമ്മൾ ജീവിക്കേണ്ടതോ? ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വിഷൻ ലിസ്റ്റ് ഇടുന്ന ഒരു സംഭവമാണിത്. ബീയിങ് ആൻ ഓൺട്രപ്രണർ. നാടോടുമ്പോ നടുവേ ഓടണമെന്നാണല്ലോ. നടുവേ അല്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു ഫേക്കാണ് റിലേഷൻഷിപ്പ്, അതേപോലെ മുന്നോട്ട് പോവുക. ഇപ്പൊ എല്ലാരും അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എല്ലാവരും അല്ല, മിക്കതിലും ഞാൻ കാണുന്നത്. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കാണുന്ന കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ അങ്ങനെയല്ല കാണുന്നത്. വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിയുന്ന ആൾക്കാരാണ് ഞാൻ കാണുന്നത്. പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് ഓൾഡ് ജനറേഷനിലെ സംഭവം ഞാനിപ്പോൾ കാണുന്നില്ല. ആ ഒരു വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിലോ. ആൻഡ് ഐ എം എ പേഴ്സൺ ഹു വിൽ ഡു എനിത്തിങ് ആൻഡ് എവറിത്തിങ് എൻ്റെ പാർട്ട്ണറിന് വേണ്ടി. അപ്പോൾ എൻ്റെ ഡ്രീംസും അങ്ങനെ വരുമ്പോഴത്തേക്കിന് അങ്ങനത്തെ ഒരു സംഭവം വന്നില്ലെങ്കിൽ എന്തിനാണ് ആൾക്കാർ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ലേ, നമുക്ക് നോക്കാം ഫ്യൂച്ചർ വാട്ട് ഇസ് ഹോൾഡിംഗ് ഫ്യൂച്ചർ. കുറെ ഡ്രീംസ് ഉണ്ട്. മാരേജ് ലാസ്റ്റ് ആണെന്നോ? അടുത്ത ഡ്രീംസ് ഉണ്ടോ? ഒരു രണ്ടെണ്ണം പറയാം. മമ്മ റിസൈൻ ചെയ്യണം, അതായത് മമ്മ റെസ്റ്റ് എടുക്കണം, ഇത് വളർന്ന് വലുതാകണം. അപ്പോൾ മമ്മ ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമം കൊടുക്കണം. 52, 53 വയസ്സായി. 60 വയസ്സ് വരെ ഒന്നും ഞാൻ ജോലി ചെയ്യിപ്പിക്കത്തില്ല. അതിന് മുന്നേ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് എൻ്റെ ഒരു നെക്സ്റ്റ് ഡ്രീം. ഫിനാൻഷ്യലി ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം ആർക്ക്? നെക്സ്റ്റ് എനിക്കോ? എനിക്ക് 17ാമത്തെ വയസ്സിൽ കിട്ടിയതാ ഫിനാൻഷ്യൽ ഫ്രീഡം. ഞാൻ 12th ഗ്രേഡ് തൊട്ടേ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ എം ഏർണിംഗ് സിൻസ് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയിട്ട്. വലിയ ചിന്താഗതിയൊന്നുമില്ല, അതായത് ഇലോൺ മസ്കിനേക്കാളും ഒക്കെ മേളിൽ പണക്കാരിയാവണം എന്നൊക്കെയുള്ള ചിന്താഗതി. ചേട്ടൻ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണോ ഇന്നലെ വന്നത്? നല്ലതായിട്ട് ജീവിക്കണം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഷോ കാണിക്കണം അങ്ങനെയല്ല. എൻ്റെതായ കുറച്ച് ആഗ്രഹങ്ങൾ ചെയ്യണം, നടത്തിയെടുക്കണം എന്നുള്ള സംഭവം. പിന്നെ സിനിമകൾ വരുന്നത് നമുക്ക് നോക്കി അതെങ്ങോട്ടാണ്. ബിക്കോസ് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കൽ ഫീൽഡാണ്. യു നെവർ നോ അതെങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പം ചെയ്തു വെച്ച 2 സിനിമകൾ നല്ലതായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കറന്റ്ലി വന്ന പ്രപ്പോസൽ